ഞാനും ശബരിനാഥും ഒരേ നിയമസഭാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് യാത്രയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഗാന്ധിനഗറിൽ പോയപ്പോൾ, അന്ന് ശബരി അത് വന്നില്ല, അത് വരാൻ തുടങ്ങി. ഗാന്ധിനഗറിൽ ഗാന്ധി മ്യൂസിയം ഉണ്ട്. അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ അകമ്പടിയോടെ അവിടെ ആരംഭിച്ചതാണ്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ മുഹൂർത്തങ്ങളോടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. നമ്മളതൊക്കെ കണ്ടിട്ട് അവസാന ഭാഗത്തെത്തുമ്പോൾ, ഗാന്ധിജി കൊല്ലപ്പെട്ട ഭാഗത്തെത്തുമ്പോൾ വേറെ ഒന്നുമില്ല, ഒരു ഇരുട്ട് മാത്രം. ഒരു നരേഷനുണ്ട്, ഒരു വിവരണം പശ്ചാത്തലത്തിൽ കേൾക്കാം. അതിങ്ങനെയാണ്: 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിജിയെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വെടിവെച്ചു കൊന്നു. ആ ആൾക്ക് പേരില്ല. ആരാണ് ആ ആൾ എന്ന് ഗുജറാത്ത് സർക്കാരിനോ മ്യൂസിയം അധികൃതർക്കോ അറിയില്ല. ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമായി വരുന്നതാണ്. നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ജനുവരി 30, ഇപ്പോൾ ജനുവരി 30 വരാൻ പോവാണ്. കഴിഞ്ഞ ജനുവരി 30 മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ ഗാന്ധി അനുസ്മരണ ഗംഭീരമായി കൊടുത്തിരുന്നു. അന്ന് എഡിറ്റോറിയലും ഗാന്ധി അനുസ്മരണമായിരുന്നു. ആ എഡിറ്റോറിയലിൽ ഒരു വാചകം ഇങ്ങനെയാണ്, മുഖപ്രസംഗത്തിൽ ഒരു വാചകം: അങ്ങനെ നമ്മൾ ഗാന്ധിജിയെ കൊന്നു എന്നാണ്. വായിക്കുന്ന ആൾ ഞെട്ടിപ്പോകും. നമ്മളോ? ആരാണ്? വായിക്കുന്ന ആളാണോ, എഴുതിയ ആളാണോ? ആരാണ് ഈ നമ്മൾ ഗാന്ധിജിയെ കൊന്നു എന്നെഴുതാൻ ഒരു മടിയും പ്രമുഖമായ ഒരു മലയാള പത്രത്തിനുണ്ടായില്ല. ആര് ഗാന്ധിയെ കൊന്നു? എന്തിനു കൊന്നു? ഇതൊരു ചോദ്യമാണ്. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ വർഷം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ 2023 ജനുവരി 30 ഒരു ദീർഘലേഖനം ഉണ്ടായിരുന്നു, ഗാന്ധി അനുസ്മരണ ലേഖനം. എഴുതിയാളുടെ പേരൊന്നും ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല. ആ ലേഖനം ആദ്യാവസാനം വായിച്ചാലും ഗാന്ധിജിയെ ആര് കൊന്നു, എന്തിനു കൊന്നു പരാമർശിക്കുന്നേയില്ല. ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെന്ന് കരുതാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത്, ഞാൻ 2 മലയാള പത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, ഇന്ത്യയിലെ ഒട്ടേറെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളും ഇതേ ശൈലിയായിരുന്നു. ഗാന്ധിയെ ഗംഭീരമായി അനുസ്മരിച്ചു, പക്ഷേ ഈ ഭാഗം ഇല്ല. ഇതിൻ്റെ തുടർച്ചയായിട്ട് കാണണം, യു പിയിലിപ്പോൾ അത് ചെറിയ വാർത്തയായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഹൈസ്കൂളിലെ ഏതോ ഒരു ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം: രാഷ്ട്രപിതാവ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട്? ഇതായിരുന്നു ചോദ്യം. ഇതൊരു തമാശയല്ല, അതിശോക്തിയല്ല, ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ചരിത്രത്തെ കീഴ്മേൽ മറിക്കുന്ന, ചരിത്രത്തെ മായ്ച്ച് അവിടെ താല്പര്യാനുസൃതം കഥ രചിക്കുന്ന ഒരു രീതി ശക്തിപ്പെട്ടു വരുന്നു നമ്മുടെ രാജ്യത്ത്. അതിന് കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിൻബലമുണ്ട്. ആ അധികാരം ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി മാത്രമല്ല, സ്വാഭാവികമായും ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്നവരിലൂടെയൊക്കെ ഈ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊരു വലിയ വെല്ലുവിളിയാണ്.